ഈ ക്രൈംബ്രാഞ്ച് പി ശശിയുടെ കീഴിലാണ് ജോർജ് ജോസഫ് പ്രവർത്തിക്കുന്നത്. അതെ, ഈ ക്രൈംബ്രാഞ്ച് പിണറായി വിജയന്റെ കീഴിലാണ് ജോർജ് ജോസഫ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മാവനോടും പറയാനുള്ളത് ഏറ്റവും അടിയന്തരമായി കഴിയുമെങ്കിൽ നാളെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകണം. ഈ കാര്യങ്ങളും ഈ ഹരിചന്ദ്രന്മാരായിട്ടുള്ള SFIക്കാർ നടത്തുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും ഷാജഹാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുകയാണ്, ഇത്ര പ്രതികളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ല ആ അന്വേഷണം പൂർത്തിയാവട്ടെ എന്നല്ലേ കോടതി പറയുന്നത്? ഏർലി സ്റ്റേജ് ആണെന്ന് പറയും. ഒരിക്കലും കോടതി പറയില്ല. കാരണം TP ചന്ദ്രശേഖരന്റെ കേസിൽ ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഡബിൾ ജീവപര്യന്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ കോടതിക്ക് ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മൾ കാണാതിരിക്കരുത്. ഈ ഹരിചന്ദ്രന്മാരുടെ പാർട്ടിയാണ് B രാമൻപിള്ള, മറ്റേ ക്രിമിനൽ വക്കീൽ. അയാൾ വാദിച്ചു കൊടിസുനിക്ക് വേണ്ടി. കൊടിസുനിക്കിന് 8 വർഷം പരോളില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അടിയന്തരമായി ഈ ഹരിചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട്, കാരണം ജഡ്ജിമാരും ഈ ഹരിചന്ദ്രന്മാരുടെ പ്രവർത്തനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഹരിചന്ദ്രന്മാർ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയ്യുന്നത്, ഇവരുടെ SFI ഇവരുടെ നേതാവ് PM മാർഷോ, ഈ PM മാർഷോ ഒരു പിന്നോക്കക്കാരി AISF നേതാവിനെ വിളിച്ചെന്താന്ന് അറിയാവോ? പെലച്ചി എന്നാണ് വിളിച്ച. പെലച്ചി എന്നറിയാവോ നിങ്ങൾക്ക്? മനോവ്യഥയുള്ളത് പറയുമ്പം അവരൊരു മനുഷ്യ സ്ത്രീയാണ്. അറിയാവോ നിങ്ങൾക്ക്? അതെല്ലാം ചവിട്ടുന്നെല്ലാം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. 42 കേസുള്ള നിങ്ങളുടെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇത് ചെയ്യും. കാരണം മുകളിലിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വധശ്രമ കേസിലെ പ്രതിയാ. വധശ്രമ കേസിൽ FIR ഇട്ടത് ഉമ്മൻചാണ്ടി സർക്കാരല്ല, പിണറായി സർക്കാരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സ്നേഹ ബഹുമാനത്തോടു കൂടി ഈ മരിച്ചുപോയ സിദ്ധാർത്ഥിനെ കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടു. കരഞ്ഞു പോകും. കണ്ണിൽ എന്തെങ്കിലും ഒരു മനസ്സാക്ഷിയുള്ള മനസ്സാക്ഷിയുള്ള അവരവരുടെ മകനെ കുറിച്ച് പറയുന്നത് അവരുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. അതിനാണ് അവർ പറയാണ്. സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. അവർ പറയാണ് സിദ്ധു എന്ന് ഞാൻ വിളിച്ചാൽ അവൻ ഓടി വരുമെന്ന്. അറിയാവോ നിങ്ങൾക്ക്? എൻ്റെ മകന്റെ പേര് സിദ്ധു എന്നാണ്. അറിയാവോ നിങ്ങൾക്ക്? കുറെ ഹരിചന്ദ്രന്മാർ ഇറങ്ങിയിരിക്കുന്നു ഈ രാജ്യത്ത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ വയ്യ. കാരണം എൻ്റെ മകനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകൻ സിദ്ധു എന്നാണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? എന്നിട്ട് വന്നിരുന്ന് എൻ്റെ വായിൽ വരുന്ന വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മാവനോടും പറയാനുള്ളത് അടിയന്തരമായി പോയില്ലെങ്കിൽ ഈ ഞാൻ VSന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഈ നരാധമന്മാർ ഈ കേസ് അട്ടിമറിക്കും. ഇവന്മാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തും. ഇവന്മാരെ അടുത്ത സിദ്ധാർത്ഥിനെ അന്വേഷിച്ച് കൊലക്കത്തിയുമായി ഇവന്മാർ പോകും. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കുക. ഒറ്റ സെന്റൻസ്. ഇത്രയും നിഷ്ഠൂരവും നീചവുമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടന്നിട്ട് എവിടെയാണ് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ BJPയും? എവിടെയാണ് കോൺഗ്രസും BJPയും? കേരളം കത്തണ്ട. ഇത് UDF ഭരിച്ചപ്പോഴാണ് ഇതുപോലൊരു സാധനം നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മരണം വരെ ഇതിൻ്റെ കൂടെ നിന്ന് പോരാടി ഞാൻ ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ആലപ്പുഴ പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. ആ മത്സരിക്കുന്നത് ഇതുപോലുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ സമ്മതിദായകർ എന്നെ പിന്തുണക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒത്തുതീർപ്പിനും കൂട്ടിക്കൊടുപ്പിനും ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് ഞാൻ നിൽക്കില്ല എന്നത് മാത്രമാണ് എനിക്ക് ഉറപ്പ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഹരിചന്ദ്രന്മാരെ നമ്മൾ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അടുത്ത സിദ്ധാർത്ഥിന്റെ പുറകെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ വേറെ ചിലപ്പോൾ അനിൽ നമ്പ്യാരായിരിക്കും, ഷാജഹാനായിരിക്കും, അവന്മാരുടെ പുറകെ ഇവന്മാർ പോയി അവന്മാരെ വീണ്ടും കൊന്നതിന് ശേഷം ഇയാളുടെ അനിയൻ നാളെ ഒരു SFIക്കാരനായിട്ടുള്ള ഇയാളുടെ പേരെന്താ, ജിഷ്ണു എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരാളുടെ ഓർമ്മ വരുന്നുണ്ട്. 2017 ഒരു ജിഷ്ണു പ്രണോയ്. ആ ജിഷ്ണു പ്രണോയെ അന്ന് ഇതുപോലൊരു കോളേജിലിട്ട് ചവിട്ടിക്കൊന്നപ്പോൾ അയാളുടെ അമ്മ മഹിജ അവിടെ സത്യാഗ്രഹത്തിന് വന്നു. ഞാനവിടെ കാണാൻ പോയി. ഈ ഹരിചന്ദ്രന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ പിടിച്ച് 8 ദിവസം ജയിലിട്ട് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാളെ വേറൊരുത്തർ ഇതുപോലെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ജിഷ്ണുവിന്റെ അനിയൻ വന്ന് ഇതുപോലെ ഇരുന്ന് ന്യായീകരിക്കും.